guys, so നമ്മൾ ഇന്ന് നെക്സ്റ്റ് വ്ലോഗ് we are just going to end route. ഇന്ന് നമ്മുടെ വ്ലോഗ് is about girls day out. So നമ്മൾ നമ്മുടെ അമ്മമാരെയും കൊണ്ടും ആന്റിമാരെയും കൊണ്ടൊക്കെ പുറത്തേക്ക് ഒന്ന് പോവാണ്. We are going for having dinner. So ഇതിന്റെ അപ്ഡേഷൻസ് എല്ലാം നിങ്ങൾക്ക് വഴിയെ വ്ലോഗിൽ കാണാം. So see you and stay tuned on the vlog. And നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ just subscribe my channel and please do give a like and definitely do comment so that I get to know if you're liking my video. So നമുക്ക് throughout the video ഇനി കാണാം. Okay, bye bye. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് അങ്കമാലിയിലുള്ള അലിബാബ ആൻഡ് 41 ഡിഷസ് അല്ലെങ്കിൽ 41 കള്ളന്മാരുടെയും ഒരു താവളത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മാക്സ് ഇപ്പോൾ പുതിയതായിട്ട് അങ്കമാലിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. സോ എറണാകുളത്ത് നിന്ന് പറഞ്ഞ ആൾക്കാർക്കായാലും ഇറ്റ്സ് വെരി നിയർ. അങ്കമാലിൽ തന്നെയാണ് ഈ ഒരു കട ഇരിക്കുന്നത്. ഇവിടെ ഇന്റീരിയർ ഒക്കെ മോസ്റ്റ് ഓഫ് യുവർ ഇവിടെ കേട്ടിട്ടുണ്ടാവും ഈ അലിബാബയെ കുറിച്ച്. എനിക്കിവിടെ വരുമ്പോൾ ഏറ്റവും ഫാൻസി ആയിട്ട് തോന്നുന്ന ഈ ഒരു ഫിഷ് അക്വേറിയം തന്നെയാണ്. അതേപോലെ തന്നെ ഇവരുടെ ഒരു ക്ലെൻലിനെസ്. ആൻഡ് നമ്മുടെ അങ്കമാലിൽ ഇങ്ങനെ ഒരു ക്ലാസിക് എലഗന്റ് റെസ്റ്റോറൻറ്റ് എന്ന് തപ്പുമ്പോഴാണ് അലിബാബ വിൽ കം ടു അവർ മൈൻഡ്. സോ ഇന്നൊരു ഭയങ്കര ഡിസ്കഷനാണ് എന്തോ ഓർഡർ ചെയ്യുന്നുള്ളത്. ആൻഡ് ദെൻ വി ഓർഡർ ഫസ്റ്റ് സൂപ്പാണ് ഓർഡർ ചെയ്തത്. ഇറ്റ് വാസ് ഹോട്ട് ആൻഡ് സോ ചിക്കൻ സൂപ്പ്. സോ ഭയങ്കര സ്പൈസി ആണ്. സോ പീപ്പിൾ ഹു ഡസൻ പ്രിഫർ സ്പൈസി ഐ വോണ്ട് റെക്കമെൻഡ് ടു യു ഓൾ. പിന്നെ എൻ്റെ ആൻറ്റിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് ചിക്കൻ വിങ്സ്. അതും ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നു. ആൻഡ് ദിസ് വൺ ഇസ് ലൈക്ക് വൺ ഓഫ് ദ മസ്റ്റ് ട്രൈ തിങ്, ദാറ്റ് ഇസ് കപ്പാമ റൈസ്. കപ്പാമ റൈസ് ഒരു അറേബിക് റൈസാണ്. അതിനകത്ത് ലോട്ട് ഓഫ് മസാലാസ്, ചിക്കൻ എല്ലാം അതിനകത്ത് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുകയാണെങ്കിൽ ഇത് ഓക്കെയാണ്. കാരണം ഇതിനകത്ത് ചിക്കനും ഉണ്ട്, റൈസും നല്ല ക്വാണ്ടിറ്റിയിൽ വരുന്നുണ്ട്. ആൻഡ് ദ പ്രൈസ് വിൽ കം ലൈക്ക് നമ്മളിപ്പോൾ ഒരു ഫുള്ളാണ് ഒരു 350-400 റേറ്റിൽ നമുക്ക് ഈ ഒരു ഫുൾ ചട്ടിയിൽ നമുക്ക് കിട്ടും. ആൻഡ് നല്ല ക്വാണ്ടിറ്റി. ഇപ്പം ഞങ്ങൾക്ക് 4 പേർക്കും ഇത് ഇനഫ് ആൻഡ് സഫിഷ്യൻ്റ് ആയിരുന്നു. ആൻഡ് അവരാ ചെയ്യുന്ന പ്രസൻറ്റേഷൻ വൈസ് ആയാലും ഭയങ്കര അട്രാക്റ്റീവ് ആണ് അത് കാണാനായിട്ട് തന്നെ. നല്ല എന്താ പറയുക, ഒരു കൗതുകമുള്ള ഒരു കാഴ്ച തന്നെയാണ്. അടിയിൽ ഫ്ലെയിംസ് ഒക്കെ വന്ന് ആൻഡ് ആ ഹോട്ടോടുകൂടി നമുക്ക് സെർവ് ചെയ്യുമ്പോൾ വരുന്നൊരു ടേസ്റ്റ് നല്ല ലൈക്ക് മസ്റ്റ് ട്രൈ ഒരു ഫുഡാണ് കപ്പാമ റൈസ്. എൻ്റെ പ്ലേറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഫുഡ് കാണിച്ച് കൊതിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ജോലി. സോ ചിക്കനൊക്കെ നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ട്. ലൈക്ക് ഫ്രഷ് ചിക്കൻ തന്നെയായിരുന്നു. ആൻഡ് നമുക്ക് ആ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുമല്ലോ. ആൻഡ് അധികം അങ്ങനെ വലിയ ഓയിലി ഒന്നുമില്ല, പക്ഷെ മസാല നല്ല പോലെയുണ്ട്. സോ ചില ആൾക്കാർക്ക് പ്രിഫർ ലൈക്ക് കുറേ മസാല ഇല്ലാത്തത്, കുറേ പേർക്ക് മസാല ഉള്ള ബിരിയാണീസ് ഇഷ്ടമാണ്. സോ ഞാൻ ബിരിയാണിയിൽ എപ്പോഴും മസാല ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആൻഡ് ചിക്കനും നല്ലൊരു ടെൻഡറി ആൻഡ് ക്രിസ്പി ഉണ്ടായിരുന്നു. എവറിത്തിങ് കൂടിയ ഒരു ചിക്കൻ ആയിരുന്നു അതും. സോ ടേസ്റ്റ് വൈസ് ഇറ്റ് വാസ് ലൈക്ക് റിയലി യം. നമുക്ക് ആ റൈസിനകത്ത് ചിക്കൻ ഓൾറെഡി വരുന്നത് കൊണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ വേറെ ചിക്കൻ അല്ലെങ്കിൽ ഒരു കറി ഓർഡർ ചെയ്തൊരു ആവശ്യം വരുന്നില്ല. ആ ഓൾറെഡി ആ റൈസിനകത്ത് ഫുൾ ചിക്കൻ്റെ ആ ഒരു ഗ്രേവി അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് ആ റൈസിന് ഓൾറെഡി അതിനകത്ത് ഉണ്ടായിരുന്നു. സോ കപ്പാമ റൈസ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറി ആക്ച്വലി വാങ്ങിക്കേണ്ടി വരില്ല. വിച്ച് ഈസ് ലൈക്ക് ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് നല്ലൊരു ലൈക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടായിട്ട് എനിക്ക് അലിബാബ തോന്നിയായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ അല്ലാതെ വേറെ കുറേ ഓപ്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ. ലൈക്ക് ഫിഷ് ഐറ്റംസ് ഉണ്ട്, യു ഹാവ് ഗ്രിൽ ഐറ്റംസ് ഉണ്ട്, നോർമൽ നാടൻ ഫുഡുകളുണ്ട്. സോ അലിബാബ ഇസ് എ പ്ലേസ് വെർ യു ഗെറ്റ് എവറിത്തിങ്. ലൈക്ക് കുറേ ഡിഷസും നമുക്ക് ഒരു സ്പേസിൽ തന്നെ കിട്ടുകയാണ്. സോ അങ്ങനത്തെ ഒരു സ്ഥലം അങ്കമാലിൽ കുറേ ലിമിറ്റഡ് ആയിട്ടാണ് തോന്നാറ്. ഇപ്പോൾ കപ്പാമ റൈസ് ഞാൻ വേറെ എങ്ങും ഇങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. സോ ഐ വുഡ് പ്രിഫർ യു ഗൈസ്, വരാത്ത ആൾക്കാരുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് പ്ലേസ് ഔട്ട്. ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല, എറണാകുളത്തുണ്ട്, യു ഹാവ് ഇറ്റ് ഇൻ തൃശ്ശൂർ, അതും നല്ലൊരു സ്പോട്ടാണ്. പിന്നെ ഒരു സ്പെഷ്യൽ ഡിഷാണ് ഇവിടെ ഈ ഫലൂഡ എന്ന് പറയുന്നത്. ഫലൂഡ യു ഹാവ് സ്പെഷ്യൽ. ഇവരുടെ ഫലൂഡയ്ക്കാണെങ്കിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ബിഗ് ഫലൂഡ ആണെങ്കിൽ നമുക്കൊരു 200 റേഞ്ചും. ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്തത് മിനിയാണ്. അതിനൊരു 130 റുപ്പീസാണ്. ബട്ട് ഇറ്റ് വാസ് സോ ഫില്ലിങ്. ആൻറ്റി ഇന്നത്തെ ഫുഡിന്റെ റിവ്യൂ ഒന്ന് പറഞ്ഞേ. നല്ല ഭക്ഷണമായിരുന്നു. പ്രത്യേകിച്ച് എന്താ പറയുക,
ഏതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എനിക്ക് ചിക്കൻ വിങ്സും ഏറ്റവും ഇഷ്ടപ്പെട്ട. ഓക്കെ. റൈസും നല്ലതായിരുന്നു. പിന്നെ ഡെസേർട്ടും നല്ലതായിരുന്നു. ഫലൂഡ എല്ലാം വളരെ സൂപ്പറായിരുന്നു. സോ എങ്ങനെയാണ് സൂപ്പർ ആയിരുന്നു ജർമ്മനി പറയണത്? താങ്ക് യു വെരി മച്ച്. ജർമ്മനിൽ എങ്ങനെയാ പറയണേ? സൂപ്പർ. സൂപ്പർ. ആന്റി എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? ആന്റിക്ക് എന്താണ് ഫേവറേറ്റ്? ഓക്കെ. ചിക്കൻ ഇഷ്ടമായി. ഓക്കെ. ഇന്നത്തെ നൈറ്റ് ഇങ്ങനെ സ്പെൻഡ് ചെയ്യണത് എനിക്ക് ഇഷ്ടപ്പെട്ടോ? യാ. സോ ഓഫൺ വി ക്യാൻ ഡു ദിസ് റൈറ്റ്. എപ്പോഴും ഇതിനെ കൂടാൻ പാടില്ലേ? നീ താരം ശിവശമ്മ എങ്ങനെയുണ്ട് അമ്മ ഫുഡ്? അടിപൊളി ഫുഡായിരുന്നു. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതോ ഞാൻ പറയട്ടെ? സൂപ്പറാ? ഓക്കെ. പിന്നെ കഴിച്ചു. ഫുഡൊക്കെ നല്ലതായിരുന്നു. എനിക്ക് ഈ അപ്പൊ രുക്മണിയിലും ഏതാണോ അലിബാബ? ബിരിയാണി ഫ്രൈഡ് റൈസിനൊക്കെ എനിക്ക് ഷൂട്ട് വെറൈറ്റി ഫുഡ്. ഓക്കെ. ഇറ്റ് വാസ് വെരി അനു ഈ വയസ്സതിന്റെ കൂട്ടത്തിൽ വന്നതിൽ ഒത്തിരി സന്തോഷം. എനിക്കിപ്പോ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ. Guys, like my vlog. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ vlog കാണണമെങ്കിൽ please do like, share and subscribe my channel. So see you until next vlog. Bye bye.